ഹായ് എവ്രി വൺ. ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ പഫ് മാത്രമല്ലേ നമ്മൾ കാണുന്നത്. ബട്ട് ആക്ച്വലി ആ പഫിന് ശേഷം മെഡിസിൻ ഒരു ലോങ് ജേണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം ദ ഇൻഹേലർ ത്രൂ യുവർ എയർവേസ് ആൻഡ് ഡീപ്പ് ഇൻസൈഡ് യുവർ ലങ്സ്. ഇൻ ടുഡേയ്സ് വീഡിയോ ഞാൻ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാം ഫ്രം പഫ് ടു പാത്ത് വേ. ഇൻഹെയിൽഡ് മെഡിസിൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത്, ഈവൻ ഇഫ് യു ആർ എ ബിഗിനർ. What is medicinal aerosol? First question. ഇൻഹേലറിൽ നിന്ന് വരുന്നത് എന്താണ് ആക്ച്വലി? അതാണ് മെഡിസിനൽ എയറോസോൾ. മെഡിസിനൽ എയറോസോൾ എന്നത് വെരി സ്മോൾ ഡ്രഗ് പാർട്ടിക്കിൾസ് എയറിൽ മിക്സ് ചെയ്തിരിക്കുന്നൊരു സിസ്റ്റമാണ്. ഒരു സ്പ്രേ ബോട്ടിൽ പോലെ ഇമാജിൻ ചെയ്യൂ. പക്ഷേ ഇവിടെ ഡ്രോപ്ലെറ്റ്സ് മൈക്രോസ്കോപ്പിക് സൈസാണ്. ഈ ടൈനി പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത്. അത് ലങ്സ് ഇൻസൈഡ് വരെ റീച്ച് ചെയ്യാൻ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. ലങ്സ് ജസ്റ്റ് ബ്രീത്തിങ്ങിന് മാത്രമല്ല. ആക്ച്വലി ലങ്സ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രഗ് ഡെലിവറി ഓർഗൻസ് ഇൻ അവർ ബോഡി. വൈ? ഹ്യൂജ് സർഫസ് ഏരിയ, വെരി തിൻ വാൾസ്, ലോട്ട്സ് ഓഫ് ബ്ലഡ് വെസൽസ്. അതുകൊണ്ട് ഇൻഹെയിൽഡ് മെഡിസിൻസിന് ഫാസ്റ്റ് ആക്ഷൻ, ഡയറക്റ്റ് സൈറ്റിൽ വർക്ക് ചെയ്യും, ലെസ് സൈഡ് എഫക്ട്സ് കമ്പയർ ടു ടാബ്ലറ്റ്സ്. ഈ ആസ്മ, COPD പോലെ ഡിസീസിൽ ഇൻഹേലേഴ്സ് വർക്ക് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇൻ ഇൻഹേലർ സയൻസ് ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. അതായത് പാർട്ടിക്കിൾ സൈസ് ഡിസൈഡ്സ് എവറിത്തിങ്. സിമ്പിളായി പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ബിഗർ ദാൻ 5 മൈക്രോമീറ്റേഴ്സ് ആകുമ്പോൾ ഇത്ര വലിയ പാർട്ടിക്കിൾസ് ത്രോട്ടിൽ വെച്ച് കൊളൈഡ് ചെയ്യും. ലങ്സ് വരെ റീച്ച് ചെയ്യില്ല, സ്വോളോ ആയി പോകും. സോ ഇനി പാർട്ടിക്കിൾസ് 1 and 5 മൈക്രോമീറ്റേഴ്സിനിടയിലാണെങ്കിൽ ഇതാണ് പെർഫെക്റ്റ് സൈസ് എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസ് ലങ്സിൽ ഡീപ്പായി ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി പാർട്ടിക്കിൾ സൈസ് സ്മോളർ ദാൻ 1 മൈക്രോമീറ്റർ ആകുമ്പോൾ ഇത്ര ലൈറ്റ് ആയതുകൊണ്ടും പല പാർട്ടിക്കിൾസ് തിരിച്ച് ബ്രീത്ത് ഔട്ട് ചെയ്തു പോകും. സോ ഇൻഹേലർ ഡിസൈനിൽ 1 to 5 മൈക്രോമീറ്റർ റേഞ്ചാണ് മാജിക് സോൺ എന്ന് പറയുന്നത്. ഹൗ ഡു പാർട്ടിക്കിൾസ് ഡെപ്പോസിറ്റ് ഇൻ ദ ലങ്സ്? അപ്പോൾ ക്വസ്റ്റ്യൻ വരും, ഈ പാർട്ടിക്കിൾസ് ലങ്സിൽ എങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നു? 3 മെയിൻ മെക്കാനിസംസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇനേർഷ്യൽ ഇമ്പാക്ഷൻ. ഇനേർഷ്യൽ ഇമ്പാക്ഷൻ അതായത് ബിഗ് പാർട്ടിക്കിൾസ് ഫാസ്റ്റായി വരുമ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അത് വാളിൽ ക്രാഷ് ചെയ്യും. സെക്കൻഡ് എന്ന് പറയുന്നത് സെഡിമെൻറ്റേഷൻ. മീഡിയം സൈസ് പാർട്ടിക്കിൾസ് സ്ലോ ആയി സെറ്റിൽ ചെയ്യും ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ട്. സോ ഇതാണ് മോസ്റ്റ് യൂസ്ഫുൾ മെക്കാനിസം. ആൻഡ് തേർഡ് വൺ, ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വെരി ടൈനി പാർട്ടിക്കിൾസ് റാൻഡം മൂവ്മെൻറ്റ് ചെയ്യും, ഡസ്റ്റ് പോലെ. സയൻറ്റിസ്റ്റസ് ഇൻഹേലേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് കറക്റ്റ് സൈസ് പ്ലസ് കറക്റ്റ് മെക്കാനിസം യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് എയറോഡൈനാമിക് പാർട്ടിക്കിൾ സൈസിനെ പറ്റി നോക്കാം. MMAD. ഇൻ ഇൻഹേലർ സയൻസ് നമ്മൾ നോർമൽ സൈസ് മാത്രം നോക്കില്ല. വി ലുക്ക് അറ്റ് എയറോഡൈനാമിക് പാർട്ടിക്കിൾ സൈസ്. ഇമ്പോർട്ടൻ്റ് ടേമാണ് MMAD എന്ന് പറയുന്നത്. മാസ് മീഡിയൻ എയറോഡൈനാമിക് ഡയമീറ്റർ. സിമ്പിൾ വേർഡ്സിൽ MMAD പറയുന്നത് മോസ്റ്റ് ഡ്രഗ് പാർട്ടിക്കിൾസ് ലങ്സിൽ എവിടെ ലാൻഡ് ചെയ്യും എന്നതാണ്. അതുകൊണ്ട് ഇൻഹേലേഴ്സ് ടെസ്റ്റിംഗ് എക്സ്ട്രീംലി സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഇനി ഒരു ക്വിക്ക് ബിഗിനർ സമ്മറി തരാം. ഒരു ക്വിക്ക് റീക്യാപ്പ് ചെയ്യാം. ഇൻഹേലേഴ്സ് പ്രൊഡ്യൂസ് മെഡിസിനൽ എയറോസോൾസ്. ലങ്സ് ആർ എ പവർഫുൾ ഡ്രഗ് ഡെലിവറി ഗേറ്റ്വേ. പാർട്ടിക്കിൾ സൈസ് ഈസ് ദ കീ ഫാക്ടർ. Ideal particle size is 1 to 5 micrometers. Correct design equals effective treatment. ഒരു ഇൻഹേലർ സിമ്പിൾ ഡിവൈസ് പോലെ കാണിച്ചാലും
ബിഹൈൻഡ് ഇറ്റ് ഹൈ ലെവൽ സയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഈ ടൈനി പാർട്ടിക്കിൾസ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു എന്ന് നോക്കാം.